നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ, രാഷ്ട്രീയമാകട്ടെ, കൾച്ചറാകട്ടെ, സിനിമയാകട്ടെ, അശരണരുടെ കാര്യമാകട്ടെ, നിരാലംബരുടെ കാര്യമാകട്ടെ, അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ബഹുജന ചാനലാണിത്. ബഹുജന ചാനലായതുകൊണ്ട് തന്നെ ബഹുവിഷയങ്ങൾ എടുക്കണമല്ലോ. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. നടി മീനു മുനീർ പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളതാണ് സിനിമാ ലോകത്തുനിന്ന് വരുന്ന പുതിയ വാർത്ത. ആരാണ് ഈ നടി മീനു മുനീർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് നടികൾ അന്ന് രംഗത്ത് വന്നു. കുറേ പേര് വന്നില്ല. അത് വന്നവർ പറഞ്ഞ ഒരു ആരോപണം, സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി സിനിമാ നിർമ്മാതാവ് മുതൽ ഡയറക്ടർ മുതൽ സഹനടന്മാർ മുതൽ നായകന്മാർ മുതൽ ലൈറ്റ് ബോയ് വരെ രാത്രി റൂമുകളിലേക്ക് വന്ന് കതകൾ തട്ടുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം റൂം ഷെയർ ചെയ്യാൻ, ബെഡ്റൂം ഷെയർ ചെയ്യാൻ പോയവർക്ക് അവസരവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പോകാത്തവരാണ് കൂടുതലും പരാതിയുമായി രംഗത്ത് വന്നതെന്നാണ് ആ വനിതകൾ അവകാശപ്പെട്ടത്. അതിൽ വളരെ പ്രധാനമായി മുന്നിൽ വന്ന നടിയായിരുന്നു മീനു മുനീർ. അവർ വരികയും അതുകൊണ്ട് അവർ ഇങ്ങനെ സിനിമാ ഫീൽഡിൽ അഭിനയിക്കാനൊക്കെ ചെന്നപ്പോൾ, സീരിയൽ ഫീൽഡിൽ ചെന്നപ്പോൾ നിരവധി ആളുകൾ അവരോട് ഇങ്ങനെ അവരുടെ സൗന്ദര്യമെല്ലാം കണ്ടിട്ട് നിരവധി ആളുകൾ അവരോട് ശരീരം ആവശ്യപ്പെട്ടു. അവർ അത് കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് അവർ പറഞ്ഞു. അവർ ഒരുപാട് നടന്മാർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതിൽ ബാലചന്ദ്ര മേനോനെതിരെയാണ് ശക്തമായി രംഗത്ത് വന്നത്. ബാലചന്ദ്ര മേനോനെ അങ്ങനെ അറിയുന്ന മലയാളികൾ, അദ്ദേഹത്തിൻ്റെ സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്ന മലയാളികൾക്ക് അങ്ങനെ ഒരു ബാലചന്ദ്ര മേനോനെ പരിചയവുമില്ല, അങ്ങനെ ആകുമെന്ന് വിചാരിക്കുന്നുമില്ല ആളുകൾ. കാരണം അങ്ങനെയുണ്ടല്ലോ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതനുസരിച്ച് ബാലചന്ദ്ര മേനോനെ കുറച്ചുകൂടി ഒരു ജെൻറ്റിൽമാനായിട്ടാണ്. കാരണം ഈ മറ്റ് സ്ത്രീകളുമായിട്ട് പോകുന്നതല്ല നമ്മുടെ പ്രശ്നം, അത് ട്രാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആരെയും ട്രാപ്പ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ബാലചന്ദ്ര മേനോൻ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എന്തായാലും അത് കേസായി. അവസാനം ബാലചന്ദ്ര മേനോൻ കൊണ്ട് മാനനഷ്ട കേസ് കൊടുത്തു. അത് തെളിവില്ലെന്ന് കണ്ട് ആ കേസ് ഈ മീനു മുനീർ കൊടുത്ത കേസ് തള്ളിപ്പോയി. കാരണം അതിൽ കൃത്യമായ തെളിവ് മീനുവിന് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആലുവ പ്രദേശത്തെ ഫ്ലാറ്റിൽ നിന്ന് ബുധനാഴ്ച രാത്രി തമിഴ്നാട് തിരുമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള മുനീർ താമസിക്കുന്നെങ്കിലും അവരെ അറിയിക്കാതെ തമിഴ്നാട് പോലീസാണ് നേരിട്ടെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 2014 സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ ചെന്നൈയിലെത്തിച്ച് സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്നാണ് തിരുമംഗലം പോലീസിന് ലഭിച്ച പരാതി. അപ്പോൾ എന്തൊരു പഴയ കഥയാണെന്നറിയാം. 2014 സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺകുട്ടികളെ കൊണ്ടുപോയി സെക്സ് റാക്കറ്റിന് കൈമാറിയെന്ന് തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ളൊരു കേസിന് തമിഴ്നാട് പോലീസ് വന്ന് കേരള പോലീസിനെ അറിയിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ 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 പ്രശ്നമാണ്. പോക്സോ കേസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മദ്യത്തിൻ്റെയും മദിരാശിയുടെയും ഒക്കെ മേഖലയായി സിനിമാ ലോകം അതപ്പതിച്ച് ഇല്ലായ്മയായി പോയിക്കൊണ്ട്, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരാൻ പോയപ്പോൾ അവരുടെ പുറകേ നടന്ന് സെക്സ് ആരോപിക്കുകയാണ്. അവരുടെ പുറകേ നടന്ന് പോൺ വീഡിയോയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ഇതെന്തൊരു ലോകമാണ്. കല എന്ന് പറയുന്നത് ഒരു വശത്ത് സംസ്കാരം കൂടിയാണ്. സമൂഹത്തെ ഒരു വശത്ത് പണം തന്നെയാണ്, തികച്ചും അത് വ്യവസായം തന്നെയാണ്, സിനിമ വ്യവസായം തന്നെയാണ്. പക്ഷേ മറുവശത്ത് അതൊരു കലയും കൂടിയായിരുന്നു. ആളുകൾക്ക് ആസ്വദിക്കാനുള്ള, ഇവിടെ നദികളുടെ, പുഴകളുടെ, കാടിൻ്റെ, കാവുകളുടെ, കുളങ്ങളുടെ, വെള്ളത്തിൻ്റെ, പ്രകൃതിയുടെ, കടലിൻ്റെ, ആകാശത്തിൻ്റെ, ഭൂമിയുടെ മനോഹരമായ എത്രയെത്ര ഗാനങ്ങൾ, എത്രയെത്ര രംഗങ്ങളൊക്കെ മലയാളി പഠിച്ചതും മലയാള സിനിമകളിൽ കൂടെ തന്നെയാണ്. പ്രണയമെന്ന വികാരത്തെ മലയാളിക്ക് ഉദാത്തമായി പരിചയപ്പെടുത്തത് പ്രേംനസീറിനെ പോലെയുള്ളവരാണ്. എല്ലാ വികാരങ്ങളെയും മനുഷ്യനെ ഉണർത്തുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് നിന്ന സിനിമാ ലോകം ഇന്ന് കുടിപ്പകയുടെയും കുടിക്കൊടുപ്പിൻ്റെയും കൂടക്കടപ്പിൻ്റെയും വല്ലാത്ത ലോകമായി മാറുന്നു. അതിൽ സിനിമയിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും സിനിമയിൽ അഭിനയിക്കാനെന്ന് വേചന കൊണ്ടുവന്ന് അവരെയും ചീത്തയാക്കുന്നു എന്നുള്ള വാർത്ത ഞെട്ടിക്കുന്നതാണ്. അതൊരു സമൂഹത്തിനും പുരോഗമനപരമല്ല. ഇവിടെ സിനിമയിലുള്ളവർ തന്നെ ഉണർന്ന് പ്രതികരിച്ച് കഴിയൂ. ഫെഫ്കയും അമ്മയും പോലുള്ള ഒരുപാട് സംഘടനകളുണ്ട്. അവരൊക്കെ പുതിയൊരു സാംസ്കാരിക നവോത്ഥാനത്തിന്, ശുദ്ധീകരണത്തിന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ബോധപൂർവമായി പല കാര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ.